എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പോകാൻ പോവാണല്ലേ, സ്കൂളിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യമായിട്ട് എല്ലാ മാതാപിതാക്കളും യോജിക്കുന്നുണ്ടോ എനിക്കറിയില്ല. അതായത് നമ്മുടെ മിക്ക സ്കൂളുകളിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞും അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടും അവർക്ക് വേണ്ടി ഒരു കൗൺസിലർ ഉണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൗൺസിലർ ഉള്ളപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് അവർക്ക് കണ്ടെത്താനും അതിനൊരു നടപടികൾ സ്വീകരിക്കാനും അവരെ കൊണ്ട് സാധിച്ചത്. അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാണ്, കൗൺസിലർ ഉള്ളത് കൊണ്ടാണ് സാധിച്ചത്. നമ്മൾ കുറച്ച് ന്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലഹരി യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളും കോളേജുകളും അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും അവയർനെസ്സും പോസ്റ്റേഴ്സും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂൾ തലങ്ങളിലൊക്കെ ചെയ്തു വരുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇരിക്കവെയാണ് ഇപ്പോൾ ഉള്ള ഒരു പുതിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിലുള്ള ആത്മഹത്യ കൂടി വരുന്ന സാഹചര്യം. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ സ്കൂൾ ഓപ്പണായി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോകാൻ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഫാമിലിയിലുള്ളവരോട് അവർക്ക് ഏറ്റവും അടുപ്പമുള്ളവരോടൊക്കെ പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും കൊണ്ടായിരിക്കാം ഈ കുഞ്ഞുങ്ങൾ ആത്മഹത്യയിലേക്ക് എത്തുന്നത്. അതിന് മെയിനായിട്ടൊരു കാരണം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയാത്തതാണ്. ഈ ലഹരി ഉപയോഗിക്കുന്നതിനോട് എതിർപ്പ് കാണിച്ചുള്ള ബോധവൽക്കരണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആത്മഹത്യാ ശ്രമങ്ങൾ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബോധവൽക്കരണ ക്ലാസ്സോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അതിനായിട്ടുള്ള കൗൺസിലിങ്ങോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റുഡൻസ് കൗൺസിലർ നമ്മുടെ എത്ര വിദ്യാലയങ്ങളിലാണുള്ളത്? അങ്ങനെ കറക്റ്റായിട്ട് എല്ലാ കുഞ്ഞുങ്ങളിലും അങ്ങനെ ഒരു കൗൺസിലിംഗ് എത്തുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെക്ക് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കൗൺസിലർ ഒരു സ്കൂളിന് വേണ്ടി അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൗൺസിലിംഗ് എല്ലാ വിദ്യാർത്ഥികളിലും എത്തണം, അവരുടെ പ്രശ്നങ്ങൾ അറിയണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ അധ്യയന വർഷം ഇപ്പോൾ തുടങ്ങാനിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് തിരക്കുന്നത് നല്ലതായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ മാതാപിതാക്കളായി നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയും സ്കൂളിൽ PTA മീറ്റിങ്ങിനൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഈ കാര്യത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. അതിനേക്കാൾ ഉപരി ഇനി ഒരു സ്കൂളിൽ കൗൺസിലർ ഇല്ല, സ്റ്റുഡൻസ് കൗൺസിലർ ഇല്ല എന്നിരിക്കട്ടെ, നല്ല അധ്യാപകരെ അതിനു വേണ്ടി സെലക്ട് ചെയ്യാം. അതായത് കുഞ്ഞുങ്ങളോട് നന്നായിട്ട് ഇടപഴകുന്ന, ദൂരെ നിന്ന് കണ്ടാൽ പേടിച്ചോടാത്ത നല്ല അധ്യാപകരെ അതിനായിട്ട് സെലക്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി